ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള സമ്പൂർണ്ണ ബൈബിൾ വായന 144 ദിവസം. ദാവീദിൻ്റെ മരണം. ഇന്നേ ദിവസം നമ്മൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2-ാം പുസ്തകം 2-3 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 62 എന്നിവ വായിക്കുന്നു. ദാവീദ് തൻ്റെ മരണത്തിന് മുൻപ് പുത്രൻ സോളമന് നൽകുന്ന അനുശാസനങ്ങളും സോളമൻ്റെ ഭരണകാലത്തിൻ്റെ തുടക്കത്തിലെ സംഭവങ്ങളുമാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. ദേവാലയ നിർമ്മാണത്തിനുള്ള തയ്യാറെടുപ്പുകളും നിർമ്മാണഘട്ടങ്ങളിലെ സൂക്ഷ്മ വിവരണങ്ങളുമാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം വായിക്കുന്നത്. മാതാപിതാക്കളുടെ വാക്കുകളേക്കാൾ മക്കളുടെ ഹൃദയം ആഴത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് മാതാപിതാക്കൾ ജീവിച്ച മാതൃകകളാണ് എന്ന യാഥാർത്ഥ്യം തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം. ദാവീദിൻ്റെ മരണം. ദാവീദിൻ്റെ അന്ത്യദിനങ്ങൾ അടുത്തപ്പോൾ തൻ്റെ പുത്രൻ സോളമനെ അവൻ ഇപ്രകാരം അനുശാസിച്ചു: എല്ലാ ഭൂവാസികളുടെയും പാതയിൽ ഞാനും പോകുന്നു. നീ ശക്തനാകുക, പൗരുഷമുള്ളവനാകുക. നീ എവിടേക്കെല്ലാം തിരിഞ്ഞാലും എന്തെല്ലാം ചെയ്താലും അവ വിജയമണിയേണ്ടതിന് മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതുപോലെ നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാസനങ്ങൾ നിറവേറ്റി അവിടുത്തെ മാർഗത്തിൽ ചരിച്ച് അവിടുത്തെ ചട്ടങ്ങളും അനുശാസനങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും നീ പാലിക്കണം. ഇത് നിന്റെ മക്കൾ എൻ്റെ മുമ്പാകെ വിശ്വസ്തരായി ചരിച്ച് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി തങ്ങളുടെ വഴി കാത്തുപാലിച്ചാൽ ഇസ്രായേൽ സിംഹാസനത്തിൽ നിന്ന് നിൻ്റേതായ ഒരാളും വിച്ഛേദിക്കപ്പെടുകയില്ല എന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുള്ള തൻ്റെ വാക്ക് ഉറപ്പിക്കേണ്ടതിനാണ്. ഇസ്രായേലിലെ 2 സൈന്യാധിപന്മാരോട്, നേറിൻ്റെ മകൻ അബ്നേറിനോടും യഥേറിൻ്റെ മകൻ അമാസയോടും സെരൂയായുടെ മകൻ യോവാബ് ചെയ്തതുവഴി അവൻ എന്നോട് എപ്രകാരമാണ് വർത്തിച്ചതെന്നും നിനക്കറിയാമല്ലോ. അവരെ കൊലപ്പെടുത്തിക്കൊണ്ട് അവൻ സമാധാനകാലത്ത് യുദ്ധത്തിലെ രക്തച്ചൊരിച്ചിൽ വരുത്തിവെച്ചു. അവൻ്റെ അരപ്പട്ടയിലും പാദുകങ്ങളിലും അവൻ യുദ്ധരക്തം വീഴ്ത്തി. അതുകൊണ്ട് നിൻ്റെ ജ്ഞാനത്തിനൊത്ത് നീ പ്രവർത്തിക്കണം. അവൻ്റെ നരച്ച തല സമാധാനത്തോടെ പാതാളത്തിലിറങ്ങാൻ നീ അനുവദിക്കരുത്. എന്നാൽ ഗിലെയാദുകാരനായ ബർസില്ലായുടെ മക്കളോട് നീ കാരുണ്യം കാണിക്കണം. നിൻ്റെ മേശയിൽ ഭക്ഷിക്കുന്നവരോടൊപ്പം അവരും ഉണ്ടാകട്ടെ. കാരണം നിൻ്റെ സഹോദരൻ അബ്സലോമിൽ നിന്ന് ഞാൻ പലായനം ചെയ്തപ്പോൾ അവർ അപ്രകാരം എന്നോട് ചേർന്നു നിന്നു. ബഹൂറിൻകാരനും ബെഞ്ചമിനുമായ ഗേരായുടെ മകൻ ഷിമെയി ഇതാ നിന്നോടൊപ്പമുണ്ടല്ലോ. ഞാൻ മഹനായീമിലേക്ക് പോയപ്പോൾ അവൻ എന്നെ കഠിനമായ രോക്ഷത്തോടെ ശപിച്ചു. എങ്കിലും ജോർദാൻ കരയിൽ അവൻ എന്നെ എതിരേൽക്കാൻ ഇറങ്ങി വന്നു. അതിനാൽ നിന്നെ ഞാൻ വാളിനിരയാക്കുകയില്ല എന്ന് അവനോട് ഞാൻ കർത്താവിൽ ശപഥം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവനെ നീ കുറ്റവിമുക്തനാക്കരുത്. നീ ബുദ്ധിമാനായതിനാൽ അവനോട് എന്തു ചെയ്യണമെന്ന് നിനക്കറിയാം. അവൻ്റെ നരച്ച തല രക്തത്തോടെ നീ പാതാളത്തിലെത്തിക്കണം. ദാവീദ് സ്വപിതാക്കന്മാരോടൊപ്പം ശയിച്ചു. അവൻ ദാവീദിൻ്റെ പട്ടണത്തിൽ സംസ്കരിക്കപ്പെട്ടു. ദാവീദ് ഇസ്രായേലിൽ രാജഭരണം നടത്തിയത് 40 വർഷക്കാലമായിരുന്നു. ഹെബ്രോണിൽ 7 വർഷം ഭരിച്ചു. 33 വർഷം ജെറൂസലേമിലും അവൻ ഭരണം നടത്തി. സോളമൻ തൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ആരൂഢനായി. അവൻ്റെ രാജ്യം സുസ്ഥാപിതമായി. സോളമൻ എതിരാളികളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഹഗ്ഗീത്തിൻ്റെ മകൻ
അദോനിയ സോളമൻ്റെ അമ്മ ബത്ശേബായുടെ പക്കൽ ചെന്നു. നിന്റെ വരവ് സമാധാനപരമാണോ എന്ന് അവൾ ചോദിച്ചു. അവൻ പറഞ്ഞു, സമാധാനപരം. എന്നാൽ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞുകൊള്ളുക, അവൾ പറഞ്ഞു. അവൻ പറഞ്ഞു, രാജ്യത്വം എനിക്കുള്ളതായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ഭരണം നടത്തേണ്ടതിനായി എൻ്റെ മേലായിരുന്നു ഇസ്രായേൽ മുഴുവൻ തങ്ങളുടെ മുഖം ഉറപ്പിച്ചിരുന്നത്. എന്നാൽ രാജ്യഭരണം മാറിത്തിരിഞ്ഞ് എൻ്റെ സഹോദരൻ്റേതായിത്തീർന്നു. കർത്താവിൽ നിന്നാണല്ലോ അത് അവൻ്റേതായത്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം നിന്നോട് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ മുഖം നീ തിരസ്കരിക്കരുത്. അവൾ അവനോട് പറഞ്ഞു, പറഞ്ഞുകൊള്ളുക. അവൻ അഭ്യർത്ഥിച്ചു, ശൂനാംകാരി അബിഷാഗിനെ എനിക്ക് ഭാര്യയായി തരണമെന്ന് സോളമൻ രാജാവിനോട് പറഞ്ഞാലും, കാരണം അവൻ നിൻ്റെ മുഖം തിരസ്കരിക്കുകയില്ല. കൊള്ളാം, ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം, ബത്ശേബ പറഞ്ഞു. ബത്ശേബ അദോനിയായ്ക്ക് വേണ്ടി സോളമൻ രാജാവിനോട് സംസാരിക്കാനായി ചെന്നു. രാജാവ് എഴുന്നേറ്റ് അവളെ എതിരേറ്റ് വണങ്ങി. തുടർന്ന് അവൻ തൻ്റെ സിംഹാസനത്തിലിരുന്നു. രാജാമാതാവിനുള്ള ഇരിപ്പിടം തയ്യാറായി. അവൾ അവൻ്റെ വലതുഭാഗത്ത് ഇരുന്നു. ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം ചോദിക്കുന്നു, എൻ്റെ മുഖം തിരസ്കരിക്കരുത്, അവൾ പറഞ്ഞു. രാജാവ് അവളോട് പറഞ്ഞു, എൻ്റെ അമ്മേ, നീ ചോദിച്ചു കൊള്ളുക. തീർച്ചയായും ഞാൻ നിൻ്റെ മുഖം തിരസ്കരിക്കുകയില്ല. അവൾ പറഞ്ഞു, ശൂനാംകാരി അബിഷാഗിനെ നിൻ്റെ സഹോദരൻ അദോനിയായ്ക്ക് ഭാര്യയായി നൽകാൻ ഇടയാക്കണം. സോളമൻ രാജാവ് അമ്മയോട് ഇങ്ങനെ പ്രതിവചിച്ചു, ശൂനാംകാരി അബിഷാഗിനെ അദോനിയായ്ക്ക് വേണ്ടി ചോദിക്കുന്നത് എന്തിനാണ്? രാജ്യവും അവന് വേണ്ടി ചോദിക്കാമായിരുന്നല്ലോ. അവൻ എന്നേക്കാളും മൂത്ത സഹോദരനാണല്ലോ. പുരോഹിതൻ അബിയാദറും സെരൂയായുടെ മകൻ യോവാബും അവനുണ്ടല്ലോ. അനന്തരം സോളമൻ കർത്താവിനെ കൊണ്ട് ഇപ്രകാരം ശബ്ദം ചെയ്തു, അദോനിയായുടെ ജീവൻ കൊണ്ട് ഈ കാര്യത്തിന് അവൻ മറുപടി പറയുന്നില്ലെങ്കിൽ ദൈവം എന്നോട് ഇങ്ങനെയും അതിലധികവും ചെയ്തു കൊള്ളട്ടെ. എൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനത്തിൽ എന്നെ സ്ഥാപിച്ച് ഉപവിഷ്ടനാക്കുകയും വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ എനിക്കൊരു ഭവനം തീർക്കുകയും ചെയ്ത ജീവിക്കുന്ന കർത്താവാണ് അദോനിയ ഇന്ന് തന്നെ മരിക്കണം. സോളമൻ രാജാവ് യഹോയാദായുടെ മകൻ ബനായ വഴി ആളയച്ചു. അയാൾ അവനെ നേരിട്ടു. അങ്ങനെ അവൻ മരിച്ചു. പുരോഹിതൻ അബിയാഥറിനോട് രാജാവ് പറഞ്ഞു, അനാത്തോത്തിലേക്ക്, നിൻ്റെ വയലിലേക്ക് നീ പൊയ്ക്കൊള്ളണം. നീയും മരണത്തിന് അർഹനാണ്. എങ്കിലും ഈ ദിവസം ഞാൻ നിന്നെ വധിക്കുന്നില്ല. കാരണം നാഥനായ കർത്താവിൻ്റെ പേടകം എൻ്റെ പിതാവായ ദാവീദിൻ്റെ മുമ്പിൽ നീ വഹിച്ചു. കൂടാതെ എൻ്റെ പിതാവ് കഷ്ടപ്പെട്ടപ്പോഴെല്ലാം നീയും കഷ്ടപ്പെട്ടിരുന്നു. സോളമൻ അബിയാഥറിനെ കർത്താവിൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നീക്കം ചെയ്തു. കർത്താവ് ഷീലോയിൽ വെച്ച് ഏലിയുടെ ഭവനത്തെപ്പറ്റി അരുൾ ചെയ്ത വചനം പൂർത്തിയാകേണ്ടതിനായിരുന്നു ഇത്. ഈ വാർത്ത യോവാബിൻ്റെ പക്കലെത്തി. അബ്സലോമിലേക്ക് യോവാബ് ചാഞ്ഞിരുന്നില്ലെങ്കിലും അദോനിയായിലേക്ക് അവൻ ചാഞ്ഞിരുന്നു. അവൻ കർത്താവിൻ്റെ കൂടാരത്തിലേക്ക് ഓടി രക്ഷപ്പെട്ട് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ചു. യോവാബ് കർത്താവിൻ്റെ കൂടാരത്തിൽ ഓടിച്ചെന്ന് ബലിപീഠത്തിനരികെ നിൽക്കുന്നുവെന്ന് സോളമൻ രാജാവിനോട് അറിയിക്കപ്പെട്ടു. സോളമൻ യഹോദായുടെ മകൻ ബനായയെ അയച്ചുകൊണ്ട് പറഞ്ഞു, നീ പോയി അവനെ നേരിടുക. ബനായ കർത്താവിൻ്റെ കൂടാരത്തിൽ ചെന്ന് അവനോട് പറഞ്ഞു, നീ പുറത്തു വരിക എന്ന് രാജാവ് കൽപ്പിക്കുന്നു. അവൻ മറുപടി പറഞ്ഞു, ഇല്ല, ഞാൻ ഇവിടെ തന്നെ മരിക്കും. യോവാബ് ഇങ്ങനെ പറഞ്ഞു, ഇപ്രകാരം എന്നോട് പ്രതിവചിച്ചു എന്ന് പറഞ്ഞ് രാജാവിന് ബനായ സന്ദേശം തിരികെ എത്തിച്ചു. രാജാവ് അവനോട് കൽപ്പിച്ചു, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക, അവനെ കൊന്നു കുഴിച്ചിടുക. അങ്ങനെ യോവാബ് ചിന്തിയ നിഷ്കളങ്ക രക്തം എന്നിൽ നിന്നും എൻ്റെ പിതൃഭവനത്തിൽ നിന്നും നീ നീക്കിക്കളയണം. അവൻ്റെ രക്തക്കുറ്റം അവൻ്റെ ശിരസിൽ തന്നെ കർത്താവ് തിരികെ വരുത്തട്ടെ. അവനേക്കാൾ ധർമ്മിഷ്ഠരും നല്ലവരുമായിരുന്ന രണ്ടാളുകളെ, ഇസ്രായേൽ സൈന്യാധിപനും നേറിൻ്റെ മകനുമായ അബ്നേറിനെയും യൂദാ സൈന്യാധിപനും യഥേറിൻ്റെ മകനുമായ അമാസായെയും അവൻ വാളിനിരയാക്കി. എൻ്റെ പിതാവായ ദാവീദാകട്ടെ അത് അറിഞ്ഞിരുന്നുമില്ല. അവരുടെ രക്തം യോവാബിൻ്റെ ശിരസിന്മേലും അവൻ്റെ സന്തതികളുടെ ശിരസിന്മേലും എന്നേക്കുമായി തിരിച്ചെത്തട്ടെ. എന്നാൽ ദാവീദിനും അവൻ്റെ സന്തതിക്കും അവൻ്റെ കുടുംബത്തിനും സിംഹാസനത്തിനും കർത്താവിൽ നിന്ന് സമാധാനം എന്നേക്കുമുണ്ടാകട്ടെ. യഹോയാദായുടെ മകൻ ബനായ കയറിച്ചെന്ന് അവനെ നേരിടുകയും വധിക്കുകയും ചെയ്തു.
മരുഭൂമിയിലുള്ള ഭവനത്തിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് പകരം സൈന്യത്തിന്മേൽ യഹോയാദായുടെ മകൻ ബനായയെ രാജാവ് നിയമിച്ചു. അബിയാഥറിന് പകരം പുരോഹിതനായ സാദോക്കിനെയും രാജാവ് നിയമിച്ചു. പിന്നെ രാജാവ് ആളയച്ച് ഷിമെയിയെ വിളിപ്പിച്ച് അവനോട് പറഞ്ഞു, ജെറൂസലേമിൽ ഒരു വീട് പണിത് പാർത്തുകൊള്ളുക. അവിടെ നിന്ന് അങ്ങുമിങ്ങും പോകരുത്. പുറത്തിറങ്ങി കെദ്രോൻ തോട് കടക്കുന്ന നാളിൽ നീ തീർച്ചയായും മരിക്കും എന്ന് നന്നായി അറിഞ്ഞുകൊള്ളുക. നിന്റെ രക്തം നിന്റെ ശിരസിൽ തന്നെയായിരിക്കും. അപ്പോൾ രാജാവിനോട് ഷിമെയി പറഞ്ഞു, അത് ശരിയായ കാര്യം തന്നെ. എൻ്റെ യജമാനായ രാജാവ് ആജ്ഞാപിക്കുന്നത് പോലെ അങ്ങയുടെ ദാസൻ ചെയ്തു കൊള്ളാം. അങ്ങനെ വളരെ നാളുകൾ ഷിമെയി ജെറൂസലേമിൽ വസിച്ചു. 3 വർഷത്തിനൊടുവിൽ ഷിമെയിയുടെ 2 അടിമകൾ മാഹായുടെ മകനും ഗത്തിലെ രാജാവുമായ അക്കീഷിൻ്റെ അടുത്തേക്ക് ഒളിച്ചോടി. നിന്റെ അടിമകൾ ഇതാ ഗത്തിലുണ്ട് എന്നവർ ഷിമെയിയെ അറിയിച്ചു. ഷിമെയി എഴുന്നേറ്റ് തൻ്റെ കഴുതയ്ക്ക് ജീനിയിട്ട് അടിമകളെ അന്വേഷിക്കാൻ ഗത്തിൽ അക്കീഷിൻ്റെ അടുത്തേക്ക് തിരിച്ചു. ഷിമെയി ചെന്ന് തൻ്റെ അടിമകളെ ഗത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നു. ഷിമെയി ജെറൂസലേമിൽ നിന്ന് ഗത്തിൽ പോയി മടങ്ങിയെത്തിയെന്ന് സോളമന് വിവരം ലഭിച്ചു. രാജാവ് ആളയച്ച് ഷിമെയിയെ വിളിപ്പിച്ച് അവനോട് പറഞ്ഞു, നീ പുറപ്പെട്ട് അങ്ങുമിങ്ങും സഞ്ചരിക്കുന്ന ദിവസം തീർച്ചയായും നീ മരിക്കും എന്ന് നന്നായി അറിഞ്ഞുകൊള്ളണമെന്ന് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതല്ലേ? ഞാൻ ഈ കേൾക്കുന്ന കാര്യം ഉചിതമാണ് എന്ന് നീ എന്നോട് പറഞ്ഞിട്ടുള്ളതും കർത്താവിൻ്റെ നാമത്തിൽ നിന്നെക്കൊണ്ട് ഞാൻ ശപഥം ചെയ്തിട്ടുള്ളതുമല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് കർത്താവിനോടുള്ള പ്രതിജ്ഞയും ഞാൻ നിന്നെ അനുശാസിച്ച കൽപ്പനയും നീ ലംഘിച്ചത്? രാജാവ് ഷിമെയിയോട് തുടർന്നു, എൻ്റെ പിതാവായ ദാവീദിനോട് മനസ്സറിവോടെ നീ ചെയ്ത എല്ലാ തിന്മയും നിനക്ക് അറിവുള്ളതാണല്ലോ. നിന്റെ തിന്മ കർത്താവ് നിന്റെ ശിരസിൽ തിരിച്ചു വരുത്തും. എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹിക്കപ്പെടുകയും ദാവീദിൻ്റെ സിംഹാസനം കർത്താവിൻ്റെ മുമ്പിൽ എന്നേക്കും സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. രാജാവ് യഹോയാദായുടെ മകൻ ബനായയോട് കൽപ്പിച്ചപ്പോൾ അയാൾ ചെന്ന് അവനെ നേരിട്ടു. അങ്ങനെ അവൻ മരിച്ചു. അങ്ങനെ രാജ്യഭരണം സോളമൻ്റെ കയ്യിൽ സുസ്ഥിരമായി. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം. ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം. സോളമൻ കണക്കെടുത്തു. അപ്പോൾ 70,000 ചുമട്ടുകാരും മലയിൽ 80,000 കൽപ്പണിക്കാരും അവരുടെ മേൽനോട്ടത്തിന് 3,600 പേരുമുണ്ടായിരുന്നു. ടൈർ രാജാവായ ഹീരാമിന് സോളമൻ ഇപ്രകാരം സന്ദേശമയച്ചു: എൻ്റെ പിതാവ് ദാവീദ് തനിക്ക് വസിക്കുന്നതിനായി ഒരു കൊട്ടാരം പണിതപ്പോൾ താങ്കളാണല്ലോ ദേവദാരു നൽകിയത്. ഇതാ ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് പ്രതിഷ്ഠിക്കാൻ ഒരാലയം പണിയുന്നു. ഇസ്രായേലിനുമേൽ എന്നേക്കുമുള്ള ബാധ്യത പ്രകാരം അവിടുത്തെ മുമ്പിൽ യാഗങ്ങൾ അർപ്പിക്കുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ ധൂമിക്കുന്നതിനും എപ്പോഴും അപ്പത്തിൻ്റെ നിര ഉണ്ടായിരിക്കുന്നതിനും സാബത്തിലും അമാവാസിയിലും ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിശ്ചിത അവസരങ്ങളിലും പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള ദഹനബലിക്കും വേണ്ടിയാണിത്. ഞാൻ നിർമ്മിക്കുന്ന ആലയം വലുതാണ്, കാരണം ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരെയുംക്കാൾ വലിയവനാണ്. അവിടുത്തേക്ക് ആലയം പണിയുവാൻ ആർക്ക് കഴിയും? എന്തെന്നാൽ സ്വർഗത്തിനോ പോലുമോ അവിടുത്തെ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. അവിടുത്തെ മുമ്പിൽ യാഗമർപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് അവിടുത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ്? അതിനാൽ സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ് എന്നിവ കൊണ്ട് പണിയുന്നതിനും നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകളുടെ നെയ്ത്തിലും കൊത്തുപണിയിലും സമർത്ഥനായ ഒരാളെ അയച്ചു തരിക. യൂദയായിലും ജെറൂസലേമിൽ നിന്ന് എൻ്റെ പിതാവ് തയ്യാറാക്കി എന്നോടൊപ്പമായിരിക്കുന്ന വിദഗ്ധ ജോലിക്കാരോടുകൂടി അവനുമുണ്ടായിരിക്കട്ടെ. ലെബനോനിലെ ദേവദാരു, സരളമരം, ചന്ദനം എന്നിവയുടെ തടികൾ എനിക്ക് അയച്ചു തരിക. ലെബനോനിലെ മരങ്ങൾ വെട്ടുന്നതിന് താങ്കളുടെ ജോലിക്കാർ സമർത്ഥരാണെന്ന് എനിക്കറിയാം. ഇതാ എൻ്റെ ജോലിക്കാർ താങ്കളുടെ ജോലിക്കാരോട് കൂടെ ഉണ്ടായിരിക്കും. എനിക്ക് ധാരാളം തടികൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു, കാരണം ഞാൻ നിർമ്മിക്കുന്നത് ബൃഹത്തും വിസ്മരണീയവുമായ ഒരാലയമാണ്. ഇതാ തടി വെട്ടുന്നവരായ താങ്കളുടെ മരപ്പണിക്കാർക്ക് 20,000 കോർ പാറ്റിയ ഗോതമ്പും 20,000 കോർ ബാർലിയും 20,000 ബത്ത് വീഞ്ഞും 20,000 ബത്ത് എണ്ണയും ഞാൻ തരുന്നു. ടൈർ രാജാവായ ഹീരാം സോളമന് കത്തയച്ചുകൊണ്ട് പറഞ്ഞു: കർത്താവ് തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് താങ്കളെ അവരുടെ മേൽ രാജാവായി നിയമിച്ചത്.
ഹീരാം പറഞ്ഞു, കർത്താവിന് ഒരാലയവും തൻ്റെ ജനത്തിന് ഒരു കൊട്ടാരവും പണിയുവാൻ, തൻ്റെ രാജ്യത്തിന് ഒരു കൊട്ടാരവും പണിയുവാൻ വിവേകവും അറിവുമുള്ള ജ്ഞാനിയായ ഒരു പുത്രനെ ദാവീദ് രാജാവിന് നൽകിയ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാണ്. ഇതാ ജ്ഞാനിയും ബുദ്ധിസാമർഥ്യവുമുള്ളവനുമായ ഹൂരാമബിയെ ഞാൻ അയക്കുന്നു. അവൻ ദാൻ പുത്രിമാരിൽ നിന്നുള്ള ഒരു സ്ത്രീയുടെ പുത്രനും അവൻ്റെ പിതാവ് ടയറുകാരനുമാണ്. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, കല്ല്, തടി എന്നിവ കൊണ്ടുള്ള പണിയിലും നീല, ധൂമ്ര, കടും ചമപ്പ് നൂലുകളും നേർത്ത ചണവും കൊണ്ടുള്ള നെയ്ത്തിലും എല്ലാത്തരം കൊത്തുപണികളിലും അവൻ അതിവിദഗ്ധനാണ്. അവന് നൽകപ്പെടുന്ന ഏതു പണിയും താങ്കളുടെ ജ്ഞാനികളോടും താങ്കളുടെ പിതാവും എൻ്റെ യജമാനനുമായ ദാവീദിൻ്റെ ജ്ഞാനികളോടും ചേർന്ന് ചെയ്യാൻ അവൻ നിപുണനുമാണ്. എൻ്റെ യജമാനൻ പറഞ്ഞ ഗോതമ്പും ബാർലിയും എണ്ണയും വീഞ്ഞും തൻ്റെ ദാസർക്ക് കൊടുത്തയക്കുമല്ലോ. താങ്കൾക്ക് ആവശ്യമുള്ളത്ര തടികൾ ലെബനോനിൽ നിന്ന് ഞങ്ങൾ വെട്ടിത്തരാം. അത് ചങ്ങാടങ്ങളിൽ കടൽ വഴി ജോപ്പായിൽ താങ്കളുടെ അടുത്ത് എത്തിക്കാം. താങ്കൾ അവ ജെറൂസലേമിലേക്ക് കയറ്റിക്കൊണ്ടുപോവുക. പിന്നീട് തൻ്റെ പിതാവായ ദാവീദ് ജനസംഖ്യ കണക്കെടുത്തതുപോലെ സോളമനും ഇസ്രായേൽ ദേശത്തുള്ള പരദേശികളായ എല്ലാ പുരുഷന്മാരുടെയും കണക്കെടുത്തു. അവർ 1,53,600 പേർ ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് 70,000 പേരെ ചുമട്ടുകാരും മലയിൽ 80,000 പേരെ കൽപ്പണിക്കാരും 3,600 പേരെ ജോലിക്കുള്ള ജനത്തിൻ്റെ മേധാവികളുമായി അവൻ നിയമിച്ചു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 3-ാം അധ്യായം. ദേവാലയ നിർമ്മാണം. തൻ്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ ജെറൂസലേമിലെ മോറിയാമലയിൽ, അതായത് ജബൂസ്യനായ ഒർണാൻ്റെ മെതിക്കളത്തിൽ ദാവീദ് നിശ്ചയിച്ച സ്ഥലത്ത് സോളമൻ അവിടുത്തെ ആലയം പണിയാൻ തുടങ്ങി. തൻ്റെ ഭരണത്തിൻ്റെ 4-ാം വർഷം 2-ാം മാസത്തിൻ്റെ 2-ാം തീയതിയാണ് പണി ആരംഭിച്ചത്. ദേവാലയം പണിയാൻ സോളമൻ നിശ്ചയിച്ച അളവുകൾ ഇവയാണ്. നീളം പഴയ കണക്കനുസരിച്ച് 60 മുഴവും വീതി 20 മുഴവും ആയിരുന്നു. മുഖമണ്ഡപത്തിന് ആലയത്തിൻ്റെ വീതിക്കൊത്ത് 20 മുഴം നീളവും ഉയരം 120 അതിൻ്റെ അകവശം ശുദ്ധ സ്വർണം പൊതിഞ്ഞു. വലിയ ആലയം അവൻ സരളത്തടി പതിച്ച് അത് ശുദ്ധ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അതിന്മേൽ പനകളും ചങ്ങലകളും ഘടിപ്പിച്ചു. ആലയം മനോഹരമാക്കാൻ അവൻ വിലയേറിയ കല്ല് പതിച്ചു. സ്വർണം പാർവയിമിലെ സ്വർണമായിരുന്നു. അവൻ ആലയത്തിൻ്റെ വാതിൽപ്പടികൾ, കട്ടിളകൾ, അതിൻ്റെ ഭിത്തികൾ, കതകുകൾ എന്നിവ സ്വർണം പൊതിഞ്ഞു. ചുവരിന്മേൽ കെരൂബുകളെ കൊത്തിവെച്ചു. അവൻ അതിവിശുദ്ധ സ്ഥലം പണിതു. അതിൻ്റെ നീളം ആലയത്തിൻ്റെ വീതിക്കൊത്ത് 20 മുഴം, അതിൻ്റെ വീതി 20 മുഴം. 600 താലന്ത് ശുദ്ധ സ്വർണം കൊണ്ട് അത് പൊതിഞ്ഞു. ആണികളുടെ തൂക്കം 50 ഷെക്കൽ സ്വർണമായിരുന്നു. മാളിക മുറികളും സ്വർണം പതിച്ചു. അതിവിശുദ്ധ സ്ഥലത്ത് 2 കെരൂബുകളുടെ രൂപങ്ങൾ കടഞ്ഞുണ്ടാക്കി. അവയും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. കെരൂബുകളുടെ ചിറകുകൾക്ക് 20 മുഴം നീളമുണ്ടായിരുന്നു. 5 മുഴം നീളമുള്ള ഒരു ചിറക് ആലയത്തിൻ്റെ ഭിത്തിയിൽ എത്തിയിരുന്നു. 5 മുഴം നീളമുള്ള 2-ാമത്തെ ചിറക് മറ്റേ കെരൂബിൻ്റെ ചിറകിനെ സ്പർശിച്ചിരുന്നു. 1-ാമത്തെ കെരൂബിൻ്റെ 5 മുഴം നീളമുള്ള ചിറക് ആലയത്തിൻ്റെ ഭിത്തിയിൽ എത്തിയിരുന്നു. 5 മുഴം നീളമുള്ള 2-ാമത്തെ ചിറക് മറ്റേ കെരൂബിൻ്റെ ചിറകിനെ സ്പർശിച്ചിരുന്നു. ഈ കെരൂബുകളുടെ ചിറകുകൾ വിരിക്കുമ്പോൾ നീളം 20 മുഴമായിരുന്നു. കാലുകൾ നിലത്തുറപ്പിച്ച് ആലയത്തിലേക്ക് തിരിഞ്ഞാണ് അവ നിന്നിരുന്നത്. നീല, ധൂമ്ര, കടുംചുമപ്പ് നൂലുകൾ, നേർത്ത ചണം എന്നിവ കൊണ്ട് അവനൊരു തിരശ്ശീലയുണ്ടാക്കി. അതിനുമേൽ കെരൂബുകളെയും ചിത്രീകരിച്ചു. ആലയത്തിന് മുമ്പിൽ 35 മുഴം ഉയരമുള്ള 2 സ്തംഭങ്ങൾ അവൻ പണിതു. അതിൻ്റെ തലയ്ക്കലുള്ള മകുടത്തിൻ്റെ നീളം 5 മുഴമായിരുന്നു. അവൻ ചങ്ങലകൾ പോലെ മാലകളുണ്ടാക്കി സ്തംഭങ്ങളുടെ തലയ്ക്കൽ ഘടിപ്പിച്ചു. 100 മാതള നാരങ്ങകൾ ഉണ്ടാക്കി മാലകളിൽ ഇട്ടു. ആലയത്തിന് മുമ്പിൽ ഒരെണ്ണം ഇടത്തും ഒരെണ്ണം വലത്തുമായി ഈ സ്തംഭങ്ങൾ സ്ഥാപിച്ചു. വലത്തേതിൻ്റെ പേര് യാക്കീൻ എന്നും ഇടത്തേതിൻ്റെ പേര് ബോവാസ് എന്നും അവൻ വിളിച്ചു. കീർത്തനങ്ങൾ 62. പ്രശാന്തതയും ദൈവോന്മുഖതയും. ഗായിക നേതാവിന് യദുദൂൻ രാഗത്തിൽ ദാവീദിൻ്റെ കീർത്തനം.
എൻ്റെ ആത്മാവ് പ്രശാന്തമായിരിക്കുന്നത് ദൈവോന്മുഖമായി മാത്രം. എൻ്റെ രക്ഷ അവിടുന്ന് നിന്നാണ്. എൻ്റെ പാറയും എൻ്റെ രക്ഷയും എൻ്റെ കോട്ടയും അവിടുന്ന് മാത്രം. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. ചരിഞ്ഞ മതിലോ ആടുന്ന വേലിയോ എന്ന പോലെ നിങ്ങളെല്ലാവരും ഒരുവൻ്റെ മേൽ എത്ര കാലം ചാടി വീണ് അവനെ ഞെരിക്കും. അവൻ്റെ ഔന്നത്യത്തിന്മേൽ നിന്ന് അവനെ തള്ളിയിറക്കാൻ മാത്രമാണ് അവർ ആലോചിക്കുന്നത്. അവർ വ്യാജം ഇഷ്ടപ്പെടുന്നു, വായ് കൊണ്ട് അനുഗ്രഹിക്കുന്നു, തങ്ങളുടെ ഉള്ളുകൊണ്ട് ശപിക്കുന്നു. സലാ. എൻ്റെ ആത്മാവെ, ദൈവത്തിനായി മാത്രം പ്രശാന്തമായിരിക്കുക. എന്തെന്നാൽ അവിടുന്ന് നിന്നാണ് എൻ്റെ പ്രത്യാശ. എൻ്റെ പാറയും എൻ്റെ രക്ഷയും എൻ്റെ കോട്ടയും അവിടുന്ന് മാത്രം. ഞാൻ കുലുങ്ങുകയില്ല. ദൈവത്തിന്മേലാണ് എൻ്റെ രക്ഷയും മഹത്വവും. എൻ്റെ ശക്തിയുടെ പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിലാണ്. ജനമേ, എല്ലാ നേരവും അവിടുന്നിൽ ആശ്രയിക്കുവിൻ. അവിടുത്തെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം ചൊരിയുവിൻ. ദൈവമാണ് നമുക്ക് അഭയകേന്ദ്രം. സാധാരണക്കാർ ഒരു ശ്വാസം മാത്രം, ഉന്നതർ മിഥ്യയും. ഒരുമിച്ച് തുലാസിൽ കയറ്റാനായാലും അവർ മിഥ്യയേക്കാൾ തുച്ഛം. നിങ്ങൾ ചൂഷണത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ വ്യാമോഹം പുലർത്തരുത്. സമ്പത്ത് സമൃദ്ധമായിക്കൊള്ളട്ടെ. നിങ്ങളതിൽ ഹൃദയം നിക്ഷേപിക്കരുത്. ഒരു പ്രാവശ്യം ദൈവം സംസാരിച്ചു, 2 പ്രാവശ്യം ഞാനിത് കേട്ടു. തീർച്ചയായും ശക്തി ദൈവത്തിൻ്റേതാണ്. നാഥ, കാരുണ്യം അങ്ങയുടേതാണ്. അങ്ങ് ഒരുവന് പ്രതിഫലം നൽകുന്നത് അവൻ്റെ പ്രവൃത്തിക്കൊത്താണല്ലോ.